ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തന പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ പാലം കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഏതാണെന്നുള്ളത്. ഇതാണ് അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈ ഓവർ, നമ്മളെ ആലപ്പുഴ ജില്ലയിൽ. പിന്നെ അതുപോലെ തന്നെ ഈ ഫ്ലൈ ഓവറിന്റെ മുകൾ ഭാഗത്ത് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിന്റെ മുകൾ ഭാഗത്താണ് ഈ ഭാഗത്തുള്ള ടോൾ പ്ലാസ വരുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എലിവേറ്റഡ് ഫ്ലൈ ഓവറിന്. അതിന്റെ മുകൾ ഭാഗത്ത് ഒരിക്കലും നിങ്ങൾ കയറരുത് കേട്ടോ, അത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. എലിവേറ്റഡ് ഫ്ലൈവറിന്റെ മുകൾ ഭാഗത്തേക്ക് കയറാനും ഇറങ്ങാനും വേണ്ടിയിട്ട് റാമ്പ് പണിയുന്നുണ്ട്. അതിന്റെ മുകളിലൂടെയാണ് ജനങ്ങൾ മുകളിലേക്ക് കയറുന്നത് കേട്ടോ. ഒരിക്കലും കയറരുത്, അത് നിരോധിത മേഖലയാണ്. അപകടം വളരെ കൂടുതലാണ്. പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് അരൂർ കുമ്പളം പാലട്ടോ. ഈ കുമ്പളം ഭാഗത്ത് ഒരു ടോൾ പ്ലാസ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഒരു ടോൾ പ്ലാസ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ നമ്മളെ അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈവറിന്റെ മുകൾ ഭാഗത്താണ്. ഇനിയിപ്പം കുമ്പളം ടോൾ പ്ലാസ മാറ്റുമോ എന്നറിയില്ല. നിലവിൽ അതിനെക്കുറിച്ചൊന്നും സംസാരം കേൾക്കുന്നുമില്ല. അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈ ഓവർ പണിയുന്നത് അശോക ബിൽഡ്കോൺ ആണ്. വർക്കുകളെല്ലാം നല്ല വേഗത്തിൽ തന്നെ ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഒറ്റത്തൂണിലെ 6 വരി പാലമാണ്. ഇതിന്റെ നിർമ്മാണത്തിലും ഏറെ പ്രത്യേകതകളുണ്ട്. അപ്പൊ ഇനി പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പാലം കഴിഞ്ഞു വരുന്ന ആളുകളുണ്ടല്ലോ, കുമ്പളം പാലം കഴിഞ്ഞു വരുന്ന ആളുകൾക്ക് തോപ്പുംപടി ഭാഗത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നേരെ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് സർവീസ് റോഡിലേക്ക് ഇറങ്ങിയിട്ട് പിന്നീട് എലിവേറ്റഡ് ഫ്ലൈ ഓവറിന്റെ അടിഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അരൂർ ജംഗ്ഷന്റെ അവിടുന്ന് റൈറ്റ് എടുത്ത് പോകാൻ പറ്റുന്നതാണ്. ഇനി തോപ്പുംപടി ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് നേരെ തുറവൂർ ഭാഗത്തേക്കാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഫ്ലൈ ഓവറിന്റെ അടിഭാഗത്ത് കൂടെ നേരെ കയറാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഇതാണ് അരൂർ ജംഗ്ഷൻ കേട്ടോ. ഇവിടെയൊക്കെ ഫ്ലൈ ഓവറിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ക്രാഷ് ബാരിന്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു. അപ്രോച്ച് റോഡിന്റെ പണികളാണ് ഇനി നടക്കാനുള്ളത്. അതുപോലെ തന്നെ ഒരു ഭാഗത്ത് സർവീസ് റോഡിന്റെ വർക്കുകളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗത്താണ് ഇനി വർക്ക് നടക്കാനുള്ളത്. അതൊക്കെ അപ്രോച്ച് റോഡിന്റെ വർക്കാണ് നടക്കാനുള്ളത്. നല്ല തിരക്ക് തന്നെയായിരുന്നു ഇതിന്റെ പണി നടക്കുന്ന സമയത്തൊക്കെ. എന്തായാലും ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ അരൂർ ജംഗ്ഷനിൽ ഒരു തിരക്കുണ്ട്. കാരണം രണ്ട് ഭാഗത്തുനിന്ന് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത് ഈ പാലത്തിന്റെ അടിഭാഗത്തോടെ കടന്നു പോകുന്നത്. അപ്പൊ അതിൻ്റെതായ തിരക്ക് ഈ ഭാഗത്തുണ്ട്. പിന്നീട് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഇതാണ് സർവീസ് റോഡ്. നമ്മൾ കുമ്പളം പാലം കഴിഞ്ഞിട്ട് നേരെ അരൂർ ജംഗ്ഷനിലേക്ക് സർവീസ് റോഡ് ഇതാണ്. മറുഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ പണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ റാമ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ തുറവൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക്, എന്ന് വെച്ചാൽ എലിവേറ്റഡ് ഫ്ലൈവറിന്റെ മുകൾ ഭാഗത്തു കൂടെ വരുന്ന വാഹനങ്ങൾക്ക് നേരെ തോപ്പുംപടി, പള്ളുരുത്തി, ഫോർട്ട് കൊച്ചി ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റാമ്പ് ഉണ്ട്. റാമ്പിന്റെ പണികൾ അവസാന ഘട്ടത്തിലാണ്. റാമ്പിന്റെ പണി കഴിഞ്ഞെങ്കിലും അതിന്റെ അപ്രോച്ച് റോഡ് താഴത്തേക്കുള്ള ലാൻഡിങ്ങിന്റെ വർക്കാണ് ഇനി നടക്കാനുള്ളത്. ശരിക്കും ഈ അരൂർ കുമ്പളം പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രി ടു കൊച്ചിയുമാണ്, അതുപോലെ തന്നെ എൻട്രി ടു ആലപ്പുഴ ജില്ലയുമാണ്. അതുപോലെ തന്നെ ഈ പാലത്തിന്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിന്റെ മുകൾ ഭാഗത്തുനിന്ന് ടോൾ പ്ലാസ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ശബ്ദ മലിനീകരണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ രണ്ട് ഭാഗത്തുമായിട്ട് നോയ്സ് ബാരിയർ സ്ഥാപിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നിലവിൽ കേരളത്തിൽ ഒരു ഫ്ലൈ ഓവറിന്റെ മുകൾ ഭാഗത്ത് ഇതുപോലുള്ള നോയ്സ് ബാരിയർ സ്ഥാപിച്ചത് കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ എലിവേറ്റഡ് ഫ്ലൈ ഓവറിന്റെ മുകൾ ഭാഗത്ത് നോയ്സ് ബാരിയർ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഈ വലത് ഭാഗത്ത് കണ്ടെങ്കിൽ അതാണ് റാമ്പ്. തുറവൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള റാമ്പാണ്. ഒറ്റത്തൂണിലാണ് റാമ്പ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതും ഒറ്റത്തൂണിലെ 6 വരി പാലമാണ്. അതുപോലെ തന്നെ ഇതിന് 7 ഗാർഡുകളാണ് ഉള്ളത്. ഇതിന്റെ നിർമ്മാണത്തിന്റെ സമയത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മളെ ഈ അശോക ബിൽഡ്കോണായിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വർക്ക് നടക്കുന്ന സമയത്ത് ഒന്നാമതേ അരൂർ തുറവൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്കുള്ള റോഡുമാണ്. ഇഷ്ടംപോലെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ഒറ്റത്തൂണിലെ 6 വരി പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നത്. അതിൻ്റെതായ ഗതാഗതക്കുരുക്കും ഈ ഭാഗത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് മഴക്കാലം വന്നാലൊക്കെ വലിയ വിഷയം തന്നെയായിരുന്നു. എന്നാലും ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് ഇതിൻ്റെ അടിഭാഗത്തോടെ യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഏകദേശം രൂപം കിട്ടും കേട്ടോ. പിന്നെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു എലിവേറ്റഡ് ഫ്ലൈ ഓവറിന്റെ താഴത്തുള്ള റോഡിന്റെ 2 ഭാഗത്തുമായിട്ട് സൈക്കിൾ ട്രാക്ക് വരുന്നുണ്ട്. സൈക്കിൾ ട്രാക്കുള്ള റോഡ് കേരളത്തിൽ പലതും ഉണ്ട്. ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് പോകണമെങ്കിൽ തന്നെ അവിടെ സൈക്കിൾ ട്രാക്ക് ഉണ്ട്. പക്ഷെ അതൊന്നും കാര്യമായിട്ട് ഫലിച്ചിട്ടില്ല. അതൊക്കെ ഇപ്പോൾ പാർക്കിംഗ് ഏരിയ ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഒരു വർക്ക് കാര്യമായിട്ട് നടക്കാൻ ഇവിടെ ഇരുന്ന് വർക്ക് പെൻഡിങ് ആയിരുന്നത് ഒരു ഇലക്ട്രിക് ഇതിന്റെ സംഭവമൊക്കെ ഉണ്ട്, KCBന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്തായാലും മാറിയിട്ട് ഇപ്പോൾ പണികൾ രണ്ടാമത് ആരംഭിച്ചിരിക്കുകയാണ്. ഗർഡർ ലോഞ്ചിങ് ഇതൊക്കെ നല്ല വേഗത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മഴക്കാലമാണ്, അതും കൂടി നമ്മൾ പരിഗണിക്കണം കേട്ടോ. കാരണം മഴക്കാലം വരുന്ന സമയത്താണ് ഇതുപോലുള്ള പണികൾ കുറച്ചൊന്ന് ലേറ്റ് ആവുന്നത്. എന്നാലും വലിയ കുഴപ്പമില്ലാതെ നമുക്കിപ്പം എലിവേറ്റഡ് ഫ്ലൈ ഓവറിന്റെ അടിഭാഗത്തു കൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു. പാലത്തിന്റെ അടിഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റത്തൂണിലെ 6 വരി പാലമാണത്. ആ തൂണ് വീറ് വരുന്ന ഭാഗത്തൊക്കെ 2 ഭാഗത്തേക്കുമുള്ള യൂ ടേണുകൾ പല സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ചില ജംഗ്ഷനിൽ വരുന്ന സമയത്ത് നമുക്ക് അധിക ദൂരം സഞ്ചരിക്കാതെ യൂ ടേൺ എടുത്ത് മറുഭാഗത്ത് കടക്കാൻ സാധിക്കുന്നുണ്ട്. തുടക്കത്തിൽ 12.75 കിലോമീറ്റർ ആണ് നമ്മൾ ഈ ഒറ്റത്തൂണിലെ 6 വരി പാലം പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പം എന്തായാലും കുറച്ചുകൂടി നീട്ടം കൂട്ടിയിട്ടുണ്ട്. അത് തുറവൂർ ഭാഗത്താണ്. തുറവൂർ ഭാഗത്ത് ആ ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇത് ലാൻഡിങ് ആകുന്നത്.
അതുപോലെ തന്നെ ഡ്രൈനേജിന്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വെള്ളക്കെട്ടുള്ള സ്ഥലം തന്നെയാണ് ഈ അരൂർ തുറവൂർ ഭാഗങ്ങൾ. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിന് മുൻപ് ഏകദേശം ഒരു 1.5 കൊല്ലം മുൻപ് ഇതിൽ കൂടെ യാത്ര ചെയ്ത ആളുകൾക്ക് നന്നായിട്ട് മനസ്സിലാവും എത്രത്തോളം വെള്ളക്കെട്ടി ഭാഗത്ത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നല്ല ഗതാഗതക്കുരുക്കും. എന്തായാലും പല സ്ഥലത്തും മുകൾ ഭാഗത്ത് വെച്ചാൽ പാലത്തിന്റെ മുകൾ ഭാഗത്ത് ടാറിങ്ങിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. മാസിക് പാഡ് വിരിച്ചിട്ടാണ് BMBC ചെയ്യുന്നത്. പിന്നെ പോലെ തന്നെ ഇനി കുറച്ച് ഭാഗത്ത് ഇതേമാതിരി വർക്ക് നടക്കാനുണ്ട്. ക്രാഷ് ബാരിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. എക്സ്പാൻഷൻ ജോയിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കട്ടെ പല ഭാഗത്തും. ഈ വെള്ളി നീലിയും കണ്ടോ, അത് അർജന്റീനയുടെ കൊടി ഇതൊന്നുമല്ല. വേൾഡ് കപ്പിന്റെ സമയത്താണ് ആളുകൾ പറഞ്ഞത് അർജന്റീനയുടെ കൊടി ഇതൊക്കെയാണെന്നുള്ളത്. പക്ഷെ അങ്ങനെയൊന്നല്ല. ഇതാണ് നോയ്സ് ബാരിയർ. ഇത് ശബ്ദ മലിനീകരണം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിന്റെ മുകൾ ഭാഗത്തൂടെ വാഹനങ്ങൾ പോകുന്ന സമയത്ത് ഈ താഴത്തും വാഹനം പോകുന്നുണ്ട്. അതുപോലെ തന്നെ ചുറ്റുപാടും വീടുകളും അതുപോലെ തന്നെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അവർക്കൊന്നും ശല്യമില്ലാത്ത രീതിയിൽ വാഹനത്തിന്റെ സൗണ്ട് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള നോയ്സ് ബാരിയറുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതിന്റെ വർക്കുകളൊക്കെ ഏകദേശം കുറെ ഭാഗത്ത് നടന്നിട്ടുണ്ട്. ഇനിയും കുറെ ഭാഗത്ത് നടക്കാനിരിക്കുക കേട്ടോ. ഏകദേശം 7 മാസങ്ങൾക്ക് മുൻപാണ് നമ്മൾ ഈ ഭാഗത്ത് വന്നത്. അന്നൊക്കെ പല സ്ഥലത്തും പണികൾ നടക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗേഡറിന്റെ മുകൾ ഭാഗത്ത് തന്നെ കോൺക്രീറ്റിംഗ് ചെയ്യാനുള്ള വർക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾ ഇവിടേക്ക് എക്സ്പാൻഷൻ ജോയിന്റെ വർക്ക് ഇപ്പോൾ നടന്നിട്ടില്ല. ടാറിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എക്സ്പാൻഷൻ ജോയിന്റെ വർക്ക് നടക്കുകയുള്ളൂ. ഇവിടേക്ക് കാസ്റ്റിംഗ് പൂർത്തീകരിച്ചാണ്. അത് കഴിഞ്ഞിട്ട് നോക്കിയേ കുറേ ഭാഗങ്ങൾ 2 ഭാഗത്തുമുള്ള ടാറിങ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തായാലും നമ്മൾ കുറച്ച് നാൾ മാത്രം കാത്തിരുന്നു. ഏകദേശം 2027 മാർച്ച് ആകുമ്പോഴത്തേക്കും ഇതിന്റെ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ട് ഇതിന്റെ മുകൾ ഭാഗത്തു കൂടെ വാഹനം ഓടാൻ സാധിക്കുമെന്നാണ് ഇപ്പം നിലവിൽ പണികളുടെ പുരോഗതി കണ്ടിട്ട് തോന്നുന്നത്. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു പാലത്തിന്റെ നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ തുടങ്ങിയിട്ട് ഒരു സുപ്രഭാതത്തിൽ തീരണമായിരിക്കില്ല കേട്ടോ. അത് കുറച്ച് അതിൻ്റെ കുറേ ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. മണ്ണ് പരിശോധന അങ്ങനെയൊക്കെ നടത്തിയിട്ട് മാത്രമേ ഒരു പണികൾ മുന്നോട്ട് പോകുള്ളൂ. അതുപോലെ തന്നെ പണി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ ഈ പാലുകളൊന്നും തുറന്നു കൊടുക്കുകയില്ല. ഇതിന്റെ മുകൾ ഭാഗത്തിൽ ലോഡ് ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയിട്ട് ഫുള്ളായിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ പിന്നീട് ഈ റോഡ് തുറന്നു കൊടുക്കുകയുള്ളൂ കേട്ടോ. നോക്കിയാൽ നിങ്ങൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ്ങിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് റാമ്പ്. ഈ റാമ്പ് വന്നിരിക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തുറവൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് എരമല്ലൂർ ഭാഗത്തേക്ക് ഇറങ്ങാനുള്ള റാമ്പാണ് ഇത് കേട്ടോ. റാമ്പിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ വീടിന്റെ ഒരു കാര്യമാണ്, പല റാമ്പുകളുടെയും പണി നടക്കുന്നതുകൊണ്ട് അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ജനങ്ങൾ ഇപ്പോഴും അതിന്റെ മുകൾ ഭാഗത്ത് കയറുന്നുണ്ട്. ഒരിക്കലും കയറുന്നത് അത്രയും റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. കാരണം പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹെവി മെഷീൻസ് ആണ് ഇതിന്റെ മുകൾ ഭാഗത്തൊക്കെ ഉള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഒന്ന് കാത്തിരിക്കുക. ഞാൻ പറഞ്ഞ ഏകദേശം 2027 പകുതി ആകുമ്പോഴത്തേക്ക് നമുക്ക് മാർച്ച് ആകുമ്പോഴത്തേക്ക് ഇതിന്റെ പണികൾ പൂർത്തീകരിക്കുന്നു. അതിന്റെ മുകൾ ഭാഗത്ത് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഈ വലതു ഭാഗത്ത് കണ്ടില്ലേ നിങ്ങൾ, അതാണ് റാമ്പ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടത് അരൂർ ഭാഗത്തുള്ള റാമ്പ് നേരെ വന്നിട്ട് തോപ്പുംപടി പള്ളുരുത്തി ഭാഗത്തേക്ക് പോകാനുള്ളതാണ്. ഇത് നേരെ തുറവൂർ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ എരമല്ലൂർ ഭാഗത്തേക്ക് ഇറങ്ങാനുള്ളതുമാണ്. ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഡിവൈഡറിന്റെയും ക്രാഷ് ബാരിന്റെയും വർക്ക് കഴിഞ്ഞു. ഇനിയും പണികൾ കുറേ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുകൾ ഭാഗത്ത് സൈൻ ബോർഡുകൾ സ്ഥാപിക്കണം, സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാനുണ്ട്, പിന്നെ അതുപോലെ തന്നെ പെയിന്റിംഗ് വർക്ക് നടക്കാനുണ്ട്. കുറേ കാര്യങ്ങൾ അങ്ങനെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഈ റോഡ് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ നോക്കി നിങ്ങൾ ഫ്ലൈഓവറിന്റെ അടിഭാഗം എത്ര സ്മൂത്ത് ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഡ്രൈനേജിന്റെ വർക്ക് കുറേ ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നടപ്പാത വെച്ചാൽ ഡ്രൈനേജിന്റെ മുകൾ ഭാഗത്താണ്. പിന്നെ സൈക്കിൾ ട്രാക്കും വരുന്നുണ്ട്. അപ്പോൾ ഈ എരമല്ലൂർ കഴിഞ്ഞ് കുത്തിയതോട് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മളെ ടോൾ പ്ലാസ വന്നിരിക്കുന്നത്. ഈ ടോൾ പ്ലാസ വന്നിരിക്കുന്നത് എലിവേറ്റഡ് ഫ്ലൈഓവറിന്റെ മുകൾ ഭാഗത്താണ്. അപ്പോൾ ഇതുപോലെ ഒരു ഫ്ലൈഓവറിന്റെ മുകൾ ഭാഗത്ത് ടോൾ പ്ലാസ വന്നത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ അറിയാൻ സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോറി ഡ്രൈവർമാർക്കായിരിക്കും. അവർ പല സ്ഥലത്തും ഇങ്ങനെ യാത്ര ചെയ്യണല്ലേ, അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ അറിയാം. അപ്പോൾ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. എന്നാലും നമുക്ക് കൂടുതൽ അറിയുള്ളൂ എങ്ങനെ എവിടെയൊക്കെ സ്ഥലങ്ങളിലാണ് ഇതേമാതിരി ഫ്ലൈഓവറിന്റെ മുകൾ ഭാഗത്ത് ടോൾ പ്ലാസ വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ടോൾ പ്ലാസ വരുന്നതിന്റെ അടിഭാഗത്ത് നിർമ്മാണത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. നോക്കി നിങ്ങൾ പീറുകൾ എങ്ങനെ വന്നിരിക്കുന്നു എന്നുള്ളത്, നല്ല ഗ്യാപ്പ് ഇട്ടല്ലേ വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം എന്തായാലും പെയിന്റിംഗ് വർക്കൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും കുറച്ച് ഭാഗത്ത് ഡ്രൈനേജിന്റെ വർക്ക് നടക്കാനുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു വിഷയം മാത്രമുണ്ട്. എന്തായാലും പണികളൊക്കെ നല്ല വേഗതയിൽ തന്നെ ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ടോൾ പ്ലാസ വരുന്ന സ്ഥലം കേട്ടോ. ഫ്ലൈഓവറിന്റെ മുകൾ ഭാഗത്ത് മാഹി ബൈപ്പാസിന്റെ മുകൾ ഭാഗത്ത് കണ്ട ടോൾ പ്ലാസ മാറില്ല. മാഹി ബൈപ്പാസിന്റെ മുകൾ ഭാഗത്തുള്ള ടോൾ പ്ലാസ താൽക്കാലികം മാത്രമാണ്. കണ്ണൂർ കല്യാശ്ശേരി ഭാഗത്തെ ടോൾ പ്ലാസിന്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മാഹി ബൈപ്പാസിന്റെ മുകൾ ഭാഗത്തുള്ള ടോൾ പ്ലാസ ഒഴിവാക്കും. ഇതിന്റെ മുകൾ ഭാഗത്ത് വെയിങ് ബ്രിഡ്ജ് ഒക്കെ വരുന്നുണ്ട്. മാഹി ബൈപ്പാസിൽ നിങ്ങൾ വെയിങ് ബ്രിഡ്ജ് കണ്ടിരിക്കണം ഇല്ലല്ലോ, വെയിങ് ബ്രിഡ്ജ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫുൾ ആയിട്ടുള്ള ടോൾ പ്ലാസിന്റെ വർക്ക് നടക്കുന്ന സ്ഥലം. പിന്നെ ഇതിൽ സങ്കടകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ഇതേമാതിരി ടോളിന്റെ നിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വെട്ടിച്ചിറ, മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ ടോൾ നിരക്ക് കൂട്ടി. ആദ്യം 145 ആയിരുന്നുണ്ടായിരുന്നത്, പിന്നീട് 150, ഇപ്പം 160 മാറിയിരിക്കുന്നു. എന്താ ചെയ്യുക, അതിനിപ്പോൾ ആർക്കും ഒരു പ്രതിഷേധമില്ലാത്ത മാതിരിയാണ്. ഇനി റോഡിന്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ, ഫുള്ളായിട്ട് കഴിഞ്ഞാൽ എത്രത്തോളം ടോൾ വരുന്നു നമ്മൾ കണ്ടറിയേണ്ടി വരും. പിന്നെ വേറെ കാര്യം, നമ്മൾ ഈ ടോൾ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് കുറേ സേവനങ്ങൾ ദേശീയപാത 66 ലഭിക്കാനുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. കാരണം ഒന്ന്, വാഹനം പഞ്ചറായി കഴിഞ്ഞാൽ അവരെ വാഹനം വരും. അതുപോലെ തന്നെ ഇന്ധനം തീർന്നു കഴിഞ്ഞാൽ അവരെ വാഹനം വന്ന് നമുക്ക് ഇന്ധനത്തിന്റെ സൗകര്യങ്ങൾ ചെയ്തു തരും. അതുപോലെ തന്നെ എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരത് വന്ന് ചെയ്തു തരും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ദേശീയപാത
അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ടോൾ പ്ലാസയിൽ നിന്നും നമുക്ക് ലഭിക്കാനുള്ളതാണ്. വാഹനത്തിന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും 1033 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങളെ സൈഡിലുള്ള ക്രാഷ് ബാരിനോട് ഒരു ചെയിനേജ് നമ്പർ ഉണ്ട്, ആ ചെയിനേജ് നമ്പറോട് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്ക് കറക്റ്റ് ലൊക്കേഷൻ മനസ്സിലാവുകയുള്ളൂ കേട്ടോ. എന്നാൽ ഇതൊക്കെ ഒന്ന് പഠിച്ചുക. പിന്നെ പോലെ തന്നെ റോഡിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് റോഡിന്റെ സൈഡിലായിട്ട് ഒരു സ്കാനറൊക്കെ ഉണ്ട്. ആ സ്കാനർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ, പോലീസ് സ്റ്റേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ, റെസ്റ്റോറൻറ്റിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കാം. എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, ഫേസ്ബുക്ക് പേജിലുണ്ട്. ഇനി അടുത്ത റാമ്പ് വന്നിരിക്കുന്നത് എരമല്ലൂർ ഭാഗത്താണ്. വെച്ചാൽ കുത്തിയതോട് കഴിഞ്ഞ് എരമല്ലൂർ ഭാഗത്താണ് ഈ റാമ്പ് വന്നിരിക്കുന്നത്. വെച്ചാൽ നമ്മൾ അരൂർ ഭാഗത്തുനിന്ന് എലിവേറ്റഡ് ഫ്ലൈറിന്റെ മുകൾ ഭാഗത്തോട് വരുന്ന വാഹനങ്ങൾക്ക് നേരെ തുറവൂർ ഭാഗത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് റാമ്പ് മുഖാന്തരം താഴത്തേക്ക് ഇറങ്ങിയിട്ട് സർവീസ് റോഡിൽ കൂടെ പോകാൻ സാധിക്കുന്നതാണ്. എന്തായാലും റാമ്പിന്റെ പണിയൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. വർക്കുകളൊക്കെ നല്ല വേഗത്തിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വന്നിട്ട് ലാൻഡിങ്ങിന്റെ ഭാഗത്താണ് കാര്യമായിട്ട് വർക്ക് നടക്കാനുള്ള കേട്ടോ. അപ്പം 6 വരിപ്പാത ഒരു ഭാഗത്തും റാമ്പ് കുറച്ച് വിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ റാമ്പ് മുഖാന്തരം നേരെ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുറവൂർ ടൗണിലേക്ക് പോകാൻ സാധിക്കണം. പിന്നെ അതുപോലെ തന്നെ വേറൊരു പാലം കൂടി വരുന്നുണ്ട്. തുറവൂരിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നേരെക്കടവ്, മാക്കേക്കടവ് പാലം വരുന്നുണ്ട്. ആ വഴി നിങ്ങൾക്ക് നേരെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ, പാലത്തിന്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പമ്പ, കോട്ടയം ഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്നതുമാണ്. അപ്പൊ റാമ്പിന്റെ അവിടെ ഫ്രിക്ഷൻ സ്ലാമിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കട്ടോ. അപ്പൊ ഈ ഇടത് ഭാഗത്തായിട്ട് സൈക്കിൾ ട്രാക്കിന്റെ വർക്ക് കുറച്ച് സ്ഥലത്ത് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾ വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഇവിടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ സൈഡിലുള്ള ഡ്രൈനേജ് കുറച്ച് ഹൈറ്റ് കൂടിയതുകൊണ്ട് ഈ സൈക്കിൾ ട്രാക്കിന്റെ അവിടെ കുറച്ചൊരു വിഷയം വന്നിരിക്കുന്നു. കാരണം അതൊന്ന് ഹൈറ്റ് കൂട്ടി കൊടുക്കേണ്ടി വരും. കാരണം അവിടെയുള്ള വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും കടന്നു പോകാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഹൈറ്റിൽ പൊന്തിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇത് നല്ല രീതിയിൽ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ചൊന്ന് കട്ട് ചെയ്ത് താഴ്ത്തിയിട്ട് ആ സ്ലാബ് ഒന്ന് താഴ്ത്തി ഇറക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വിഷയം വരില്ല. ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ ഇവിടെ കണ്ടു ഉയർന്നിരിക്കുന്നത്. കാരണം ഇവിടെ സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ അവിടേക്ക് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് ഹൈറ്റ് ഇട്ട് കൊടുത്തിരിക്കണം. ബാക്കിയുള്ള സ്ഥലത്ത് നിരപ്പുണ്ട്. അപ്പം ഈ ഡ്രൈനേജ് ഒന്ന് കട്ട് ചെയ്തിട്ട് ലെവലാക്കുകയാണെങ്കിൽ അവർക്ക് കറക്റ്റ് കയറും ചെയ്യും. അതുപോലെ തന്നെ സൈക്കിൾ ട്രാക്കിന്റെ കട്ടകൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പതിച്ചിട്ടുണ്ടാവും. എന്തായാലും സൈക്കിൾ ട്രാക്ക് പല സ്ഥലത്തും പരാജയമായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. കാരണം ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ തീരദേശപാതയിൽ സൈക്കിൾ ട്രാക്ക് ഉണ്ട്. അതൊക്കെ ഇനി ഭാവിയിൽ സൈക്കിൾ ഓടി തുടങ്ങിയാൽ മാത്രമേ കാര്യത്തിൽപ്പെടുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ ഒന്നും വേണ്ട. നമ്മളെ കൊച്ചിയിൽ നമ്മളെ ചിൽഡ്രൻസ് പാർക്കിനും സുഭാഷ് പാർക്കിനും മുൻപിൽ സൈക്കിൾ ട്രാക്ക് ഉണ്ട്. അവിടെ ലൈൻ മാർക്ക് ചെയ്ത് പച്ച പെയിന്റ് ഒക്കെ അടിച്ചുണ്ട്. ഹൈക്കോടതിന്റെ അവിടെ ഉണ്ട്. അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? അവിടെയൊക്കെ പാർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് തുറവൂർ ജംഗ്ഷൻ. ഈ ജംഗ്ഷനിൽ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പാലം, നേരേക്കടവ്, മാക്കിക്കടവ് പാലം കേട്ടോ. അപ്പൊ ഇവിടെയൊക്കെ പാലം എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും വർക്കുകളൊക്കെ അത്യാവശ്യം നല്ല വേഗത്തിൽ തന്നെ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ 12.75 നീളമുള്ള പാലം കുറച്ചുകൂടെ നീട്ടിയിട്ടാണ് ലാൻഡിങ് വരുന്നത്. എന്തായാലും പണികളെല്ലാം വേഗത്തിൽ നടക്കുന്നുണ്ട്. ഇവിടുന്ന് റാമ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. നേരെ ഇതിന്റെ മുകൾ ഭാഗത്ത് കയറാൻ വേണ്ടിയാണ്. എന്തായാലും പണികൾ പൂർത്തിയായതിനു ശേഷം മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ കേട്ടോ. എന്തായാലും ഇവിടെ വരെയാണ് എലിവേറ്റഡ് ഫ്ലൈ ഓവർ വരുന്നത്. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് അപ്രോച്ച് റോഡിന്റെ വർക്ക് നടക്കാനുള്ളതാണ്. ഈ തൃശ്ശൂര്, കൊച്ചി, ആലപ്പുഴ ഭാഗത്തൊക്കെ മണ്ണിന്റെ വിഷയം നന്നായിട്ടുണ്ട്. കാരണം ഇവിടെ ചെമ്മണ്ണില്ല. ഈ ചെമ്മണ്ണിന് പകരം ഇവിടെ ഫുള്ളായിട്ട് മണലാണുള്ളത്. അപ്പം പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുവന്നൊക്കെ റെഡിയാക്കിയിട്ടാണ് ഇവിടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ദേശീയപാത 66 ആലപ്പുഴ ജില്ലയിലെ ഒറ്റത്തൂണിലെ 6 വരി പാലം, അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈഓവറിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.